അമേരിക്കൻ ഐക്യനാടുകളിലെ ഏതു പീഠഭൂമിയാണ് ഒരു അഗ്നിപർവ്വത പീഠഭൂമിക്ക് ഉദാഹരണം? കൊളംബിയൻ പീഠഭൂമി. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ പുറത്തുവരുന്ന ലാവാ പ്രവാഹങ്ങൾ അടിഞ്ഞുകൂടി രൂപപ്പെടുന്ന പീഠഭൂമികളാണ് അഗ്നിപർവ്വത പീഠഭൂമികൾ. അമേരിക്കൻ ഐക്യനാടുകളിലെ കൊളംബിയൻ പീഠഭൂമി ഇതിന് മികച്ച ഉദാഹരണമാണ്. ഡെക്കാൻ പീഠഭൂമിയും ഒരു അഗ്നിപർവ്വത പീഠഭൂമിയാണ്. ലോസ് സമതലങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? കാറ്റ് കൊണ്ടുവരുന്ന മണ്ണും മണലും അടിഞ്ഞുകൂടിയാണ്. കാറ്റ് ദൂരദിക്കുകളിൽ നിന്ന് വഹിച്ചുകൊണ്ടുവരുന്ന നേർത്ത മണ്ണും മണൽത്തരികളും അടിഞ്ഞുകൂടി രൂപപ്പെടുന്ന സമതലങ്ങളാണ് ലോസ് സമതലങ്ങൾ. ഈ സമതലങ്ങൾ സാധാരണയായി ഫലഭൂയിഷ്ഠവും കാർഷിക പ്രാധാന്യമുള്ളതുമാണ്. ചൈനയിലെ ലോസ് പീഠഭൂമി ഇത്തരത്തിലുള്ള വലിയൊരു സമതലമാണ്. കാർസ്റ്റ് സമതലങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? പാറക്കെട്ടുകളുള്ള പ്രദേശങ്ങളിൽ ചുണ്ണാമ്പുകല്ലുകൾ വെള്ളത്തിൽ ലയിക്കുന്നത് വഴി. ചുണ്ണാമ്പുകല്ലുകളുള്ള പ്രദേശങ്ങളിൽ വെള്ളത്തിന്റെ രാസപ്രവർത്തനത്തിലൂടെ കല്ലുകൾ ലയിച്ചുണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് കാർസ്റ്റ് സമതലങ്ങൾ. ഈ പ്രദേശങ്ങളിൽ സാധാരണയായി ഗുഹകളും സിൻഹോളുകളും സിങ്ക്ഹോൾസ് പോലെയുള്ള നിരവധി കാർസ്റ്റ് രൂപങ്ങൾ കാണപ്പെടുന്നു. കാർസ്റ്റ് എന്ന പേര് അഡ്രിയാറ്റിക് കടലിനോട് ചേർന്നുള്ള കാർസ്റ്റ് പ്രദേശത്തുനിന്നാണ് വന്നത്. ഏത് പ്രധാന നദീ സമതലങ്ങളാണ് നിക്ഷേപണ സമതലങ്ങൾക്ക് ഡെപ്പോസിഷണൽ പ്ലെയിൻസ് ഉദാഹരണങ്ങൾ? ഗംഗ, സത്ലജ്, മിസിസിപ്പി, ഹ്വാങ് ഹോ സമതലങ്ങൾ എന്നിവ. നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന മണ്ണും എക്കലും മറ്റ് അവശിഷ്ടങ്ങളും അടിഞ്ഞുകൂടി രൂപപ്പെടുന്ന സമതലങ്ങളാണ് നിക്ഷേപണ സമതലങ്ങൾ ഡെപ്പോസിഷണൽ പ്ലെയിൻസ്. ഗംഗ സത്ലജ് സമതലം, മിസിസിപ്പി സമതലം, ഹ്വാങ് ഹോ സമതലം എന്നിവ ഇത്തരത്തിലുള്ള സമതലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഈ സമതലങ്ങൾ സാധാരണയായി വളരെ ഫലഭൂയിഷ്ഠവും ജനസാന്ദ്രതയേറിയതുമാണ്. നദികളാൽ രൂപം കൊള്ളുന്ന ചില ശോഷണ ഭൂരൂപങ്ങൾ എറോഷണൽ ലാൻഡ് ഫോംസ് ഏവ. വി ആകൃതിയിലുള്ള താഴ്വര, ഗിരികന്ധരം, ഗോജ്, മലയിടുക്ക്, കനിയൻ, വെള്ളച്ചാട്ടം, നദീമുഖം, മിയാണ്ടർ, നദീതടപ്പടവുകൾ, റിവർ ടെറസ് എന്നിവ. നദികളുടെ ഒഴുക്കിന്റെ ഫലമായി മണ്ണൊലിപ്പ് കാരണം രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളാണ് ശോഷണ ഭൂരൂപങ്ങൾ എറോഷണൽ ലാൻഡ് ഫോംസ്. വി ആകൃതിയിലുള്ള താഴ്വരകൾ, ഗിരികന്ധരങ്ങൾ, മലയിടുക്കുകൾ, വെള്ളച്ചാട്ടങ്ങൾ എന്നിവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. നദിയുടെ ഒഴുക്കിന്റെ വേഗതയും വഹിച്ചുകൊണ്ടുവരുന്ന അവശിഷ്ടങ്ങളും ഈ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. നദികളാൽ രൂപം കൊള്ളുന്ന ചില നിക്ഷേപണ ഭൂരൂപങ്ങൾ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ഏവ. ഡെൽറ്റ, എക്കൽ ഫാൻ, എക്കൽ കോൺ, വെള്ളപ്പൊക്ക സമതലങ്ങൾ, പ്രകൃതിദത്തമായ നദീതീര ബണ്ടുകൾ, നാച്ചുറൽ എംബാങ്ക്മെന്റ്സ് എന്നിവ. നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളാണ് നിക്ഷേപണ ഭൂരൂപങ്ങൾ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ്. ഡെൽറ്റകൾ, എക്കൽ സമതലങ്ങൾ, വെള്ളപ്പൊക്ക സമതലങ്ങൾ എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. നദിയുടെ ഒഴുക്കിന്റെ വേഗത കുറയുന്നിടത്താണ് ഇത്തരം ഭൂരൂപങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത്. കാർസ്റ്റ് പ്രദേശങ്ങളിൽ ഭൂഗർഭജലത്താൽ രൂപം കൊള്ളുന്ന ചില ശോഷണ ഭൂരൂപങ്ങൾ ഏവ. ഡോലിൻ, പോൾജെ, ഉവാല, ലാപ്പീസ്, പോണോർസ്, പ്രകൃതിദത്തമായ പാലം, നാച്ചുറൽ ബ്രിഡ്ജ്, ബ്ലൈൻഡ് വാലി, കാർസ്റ്റ്, ലായനി താഴ്വര, കാസ്റ്റ്, സൊല്യൂഷൻ വാലി, സിങ്കിങ് ക്രീക്ക് എന്നിവ. ചുണ്ണാമ്പുകല്ലുകളുള്ള കാർസ്റ്റ് പ്രദേശങ്ങളിൽ ഭൂഗർഭജലം പാറകളെ രാസപരമായി ലയിപ്പിച്ച് രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളാണ് ഇവ. ഡോലിൻ, പോൾജെ, ഗുഹകൾ, പ്രകൃതിദത്തമായ പാലങ്ങൾ എന്നിവ ഇക്കൂട്ടത്തിൽപ്പെടുന്നു. ഈ ഭൂരൂപങ്ങൾ ഭൂഗർഭജലത്തിന്റെ സവിശേഷമായ പ്രവർത്തനഫലമായി രൂപപ്പെടുന്നവയാണ്. ഭൂഗർഭജലത്താൽ ഗുഹകളിൽ രൂപപ്പെടുന്ന നിക്ഷേപ ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ്? സ്റ്റാലാക്ടൈറ്റ്, സ്റ്റാലഗ്മൈറ്റ്, ഗുഹാതൂൺ, ഡ്രിപ്സ്റ്റോൺ, ഗ്ലോബ്യൂലൈറ്റ്, ഹെലിക്ടൈറ്റ്, ഹെലിഗ്മൈറ്റ്സ്, ഡ്രൈപ്സ് അഥവാ കർട്ടനുകൾ, ഫ്ലോ സ്റ്റോൺസ്. ഗുഹകൾക്കുള്ളിൽ ഭൂഗർഭജലം വഹിച്ചുകൊണ്ടുവരുന്ന ധാതുക്കൾ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്നവയാണ് ഈ ഭൂരൂപങ്ങൾ. സ്റ്റാലാക്ടൈറ്റുകൾ ഗുഹയുടെ മുകളിൽ നിന്നും താഴേക്ക് വളരുമ്പോൾ സ്റ്റാലഗ്മൈറ്റുകൾ താഴെ നിന്നും മുകളിലേക്ക് വളരുന്നു. ഇവ രണ്ടും കൂടിച്ചേർന്ന് ഗുഹാതൂണുകൾ രൂപപ്പെടുന്നു. കടൽ തിരമാലകളും പ്രവാഹങ്ങളും സൃഷ്ടിക്കുന്ന ചില അപക്ഷയ ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ്? കടൽഭിത്തികൾ, ക്ലിഫുകൾ, ചാലുകൾ, കടൽ ഗുഹകൾ, സിസ്റ്റേണുകൾ, പ്രകൃതിദത്ത ചിമ്മിനികൾ അല്ലെങ്കിൽ നിലവറ ദ്വാരങ്ങൾ, പ്രകൃതിദത്ത കമാനങ്ങൾ, സ്റ്റാക്കുകൾ. കടൽ തിരമാലകളുടെയും പ്രവാഹങ്ങളുടെയും തുടർച്ചയായ പ്രവർത്തനം പാറകളിടിച്ചും കൊത്തിയും ഈ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നു. കടൽ ഭിത്തികൾ, ഗുഹകൾ, കമാനങ്ങൾ, സ്റ്റാക്കുകൾ എന്നിവ ഈ അപക്ഷയ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളാണ്.
കടൽജലം സൃഷ്ടിക്കുന്ന ചില നിക്ഷേപ ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ്? പുലിൻ, ബീച്ച്, തോംബോളോ, സ്പിറ്റ്, തീരദേശ തടസ്സം, കോസ്റ്റൽ ബാരിയർ, ബാരിയർ ദ്വീപ്, വലയാകൃതിയിലുള്ള തടസ്സം, റിംഗ്ഡ് ബാരിയർ. കടൽജലത്തിന്റെ പ്രവർത്തനം മണലും എക്കലും നിക്ഷേപിക്കുമ്പോൾ രൂപപ്പെടുന്നവയാണ് ഈ ഭൂരൂപങ്ങൾ. ബീച്ചുകൾ, സ്പിറ്റുകൾ, തോംബോളോകൾ എന്നിവ ഈ നിക്ഷേപ പ്രക്രിയയുടെ ഉദാഹരണങ്ങളാണ്. ഇവ തീരദേശ പരിസ്ഥിതിക്ക് പ്രധാനമാണ്. ഹിമാനികൾ സൃഷ്ടിക്കുന്ന ചില അപക്ഷയ ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ്? സർക്ക്, ടാർൺ, യു ആകൃതിയിലുള്ള താഴ്വര, ഹോൺ, അരറ്റെ, ഫ്യോർഡ്. ഹിമാനികളുടെ ചലനം പാറകളിടിച്ചും കൊത്തിയും രൂപം നൽകുന്നവയാണ് ഈ ഭൂരൂപങ്ങൾ. സർക്കുകൾ അർദ്ധവൃത്താകൃതിയിലുള്ള മലയിടുക്കുകളാണ്. അവയിൽ വെള്ളം നിറയുമ്പോൾ ടാർണുകളായി മാറുന്നു. യു ആകൃതിയിലുള്ള താഴ്വരകളും ഫ്യോർഡുകളും ഹിമാനികളുടെ സ്വാധീനം വ്യക്തമാക്കുന്നു. ഹിമാനികൾ സൃഷ്ടിക്കുന്ന ചില നിക്ഷേപ ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ്? ഡ്രംലിൻ, കെയിം, എസ്കർ, കെറ്റിൽ, മൊറയൻ. ഹിമാനികൾ ഉരുകി പിന്മാറുമ്പോൾ അവ വഹിച്ചുകൊണ്ടുവരുന്ന അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് ഈ ഭൂരൂപങ്ങൾ രൂപപ്പെടുന്നു. മൊറൈനുകൾ ഹിമാനികൾ നിക്ഷേപിക്കുന്ന പാറകളും മണ്ണും ചേർന്ന വരമ്പുകളാണ്. ഡ്രംലിനുകൾ മുട്ടയുടെ ആകൃതിയിലുള്ള കുന്നുകളാണ്. കാറ്റിന്റെ പ്രവർത്തനം മൂലം രൂപപ്പെടുന്ന ചില അപക്ഷയ ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ്? ഡിഫ്ലേഷൻ ഹോളോസ്, മഷ്റൂം റോക്ക്, യാർഡാങ്, സ്യൂഗൻ, ഡ്രൈകാൻഡർ. മരുഭൂമി പോലുള്ള വരണ്ട പ്രദേശങ്ങളിൽ കാറ്റ് മണൽത്തരികളെയും പൊടിപടലങ്ങളെയും വഹിച്ചുകൊണ്ടുപോകുമ്പോൾ പാറകളിടിക്കുകയും കൊത്തിയെടുക്കുകയും ചെയ്യുന്നതിലൂടെ ഈ ഭൂരൂപങ്ങൾ രൂപപ്പെടുന്നു. മഷ്റൂം റോക്കുകൾ കാറ്റിന്റെ അപക്ഷയത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്നവയാണ്. കാറ്റിന്റെ പ്രവർത്തനം മൂലം രൂപപ്പെടുന്ന ചില നിക്ഷേപ ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ്? ലോസ്, ഡ്യൂണുകൾ, ബാർക്കാൻസ്, ബജാദ, മണൽക്കുന്നുകൾ. കാറ്റ് വഹിച്ചുകൊണ്ടുവരുന്ന മണലും പൊടിയും നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊള്ളുന്നവയാണ് ഈ ഭൂരൂപങ്ങൾ. ലോസ് എന്നത് കാറ്റ് നിക്ഷേപിച്ച നേരിയ മണ്ണും എക്കലും ചേർന്ന ഫലഭൂയിഷ്ടമായ നിക്ഷേപങ്ങളാണ്. മണൽക്കുന്നുകൾ കാറ്റിന്റെ ദിശ അനുസരിച്ച് വിവിധ രൂപങ്ങളിൽ കാണപ്പെടുന്നു. ആഫ്രിക്കയിലെ ഉഷ്ണമേഖലാ പുൽമേടുകൾ എന്താണ് അറിയപ്പെടുന്നത്? സവാന. ആഫ്രിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കാണുന്ന പുൽമേടുകളാണ് സവാന. വരണ്ടതും നനഞ്ഞതുമായ കാലാവസ്ഥയുടെ മിശ്രിതമാണ് ഇവിടെയുള്ളത്. ഇവിടെ ധാരാളം വന്യജീവികളെ കാണാൻ സാധിക്കുന്നു. വെനസ്വേലയിലും കൊളംബിയയിലും കാണുന്ന ഉഷ്ണമേഖലാ പുൽമേടുകൾ എന്താണ് അറിയപ്പെടുന്നത്? ലാനോസ്. തെക്കേ അമേരിക്കയിലെ വെനസ്വേലയിലും കൊളംബിയയിലും കാണുന്ന ഉഷ്ണമേഖലാ പുൽമേടുകളാണ് ലാനോസ്. ഒറിനോക്കോ നദീതടത്തിലാണ് ഇവ പ്രധാനമായും വ്യാപിച്ചുകിടക്കുന്നത്. കാലിവളർത്തലിന് ഇത് അനുയോജ്യമായ പ്രദേശമാണ്. ബ്രസീൽ, പരാഗ്വേ, അർജന്റീന, ഉറുഗ്വേ എന്നിവിടങ്ങളിലെ ഉഷ്ണമേഖലാ പുൽമേടുകൾ എന്താണ് അറിയപ്പെടുന്നത്? കാംബോസ്. തെക്കേ അമേരിക്കയിലെ ബ്രസീൽ, പരാഗ്വേ, അർജന്റീന, ഉറുഗ്വേ എന്നിവിടങ്ങളിൽ വ്യാപിച്ചുകിടക്കുന്ന ഉഷ്ണമേഖലാ പുൽമേടുകളാണ് കാംബോസ്. ആമസോൺ മഴക്കാടുകളുടെ തെക്ക് ഭാഗത്താണ് ഇവ പ്രധാനമായും കാണപ്പെടുന്നത്. ആമസോൺ തടത്തിലെ ഉഷ്ണമേഖലാ മഴക്കാടുകൾ എന്താണ് അറിയപ്പെടുന്നത്? സെൽവാസ്. ആമസോൺ തടത്തിലെ വിശാലമായ ഉഷ്ണമേഖലാ മഴക്കാടുകളാണ് സെൽവാസ് എന്നറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകളിലൊന്നാണിത്. ഉയർന്ന ജൈവവൈവിധ്യത്തിന് പേരുകേട്ട പ്രദേശമാണിത്. അമേരിക്കൻ ഐക്യനാടുകളിലെയും കാനഡയിലെയും മിതശീതോഷ്ണ പുൽമേടുകൾ എന്താണ് അറിയപ്പെടുന്നത്? പ്രയറി. വടക്കേ അമേരിക്കയിലെ വിശാലമായ മിതശീതോഷ്ണ പുൽമേടുകളാണ് പ്രയറി എന്നറിയപ്പെടുന്നത്. ഈ പ്രദേശങ്ങൾ പ്രധാനമായും ഗോതമ്പ് കൃഷിക്ക് പേരുകേട്ടതാണ്. അർജന്റീന, ഉറുഗ്വേ, ബ്രസീൽ എന്നിവിടങ്ങളിലെ മിതശീതോഷ്ണ പുൽമേടുകൾ എന്താണ് അറിയപ്പെടുന്നത്? പാംപാസ്. തെക്കേ അമേരിക്കയിലെ ഫലഭൂയിഷ്ടമായ മിതശീതോഷ്ണ പുൽമേടുകളാണ് പാംപാസ്. ഈ പ്രദേശങ്ങൾ പ്രധാനമായും കന്നുകാലി വളർത്തലിനും കൃഷിക്കും പ്രശസ്തമാണ്. ദക്ഷിണാഫ്രിക്കയിലെ മിതശീതോഷ്ണ പുൽമേടുകൾ എന്താണ് അറിയപ്പെടുന്നത്? വെൽഡ്. ദക്ഷിണാഫ്രിക്കയിലെ വിശാലമായ പുൽമേടുകളെയാണ് വെൽഡ് എന്ന് വിളിക്കുന്നത്. ഇവയെ ഹൈവെൽഡ്, മിഡിൽ വെൽഡ്, ലോവെൽഡ് എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. യുറേഷ്യയിലെ മിതശീതോഷ്ണ പുൽമേടുകൾ എന്താണ് അറിയപ്പെടുന്നത്? സ്റ്റെപ്പസ്. കിഴക്കൻ യൂറോപ്പ് മുതൽ മധ്യേഷ്യ വരെ വ്യാപിച്ചുകിടക്കുന്ന വിശാലമായ മിതശീതോഷ്ണ പുൽമേടുകളാണ് സ്റ്റെപ്പസ്. ഇവ വരണ്ടതും അർദ്ധവരണ്ടതുമായ പ്രദേശങ്ങളാണ്.
ഓസ്ട്രേലിയയിലെ മിതശീതോഷ്ണ പുൽമേടുകൾ എന്താണ് അറിയപ്പെടുന്നത്? ഡൗൺസ്. ഓസ്ട്രേലിയയിലെ തെക്ക് കിഴക്കൻ ഭാഗങ്ങളിലെ മിതശീതോഷ്ണ പുൽമേടുകളെയാണ് ഡൗൺസ് എന്ന് വിളിക്കുന്നത്. ഈ പ്രദേശങ്ങൾ പ്രധാനമായും കന്നുകാലി വളർത്തലിന് അനുയോജ്യമാണ്. ഏഷ്യ എന്ന പേര് ഏതു വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചത്? ഹീബ്രു പദമായ അസു. ഭൂമിശാസ്ത്രപരമായ പേരുകളുടെ ഉത്ഭവം പലപ്പോഴും ചരിത്രപരമായ പ്രാധാന്യമുള്ളതാണ്. ഏഷ്യ എന്ന പേര് ഹീബ്രു പദമായ അസു എന്നതിൽ നിന്നാണ് വന്നതെന്ന് കരുതപ്പെടുന്നു. ഏഷ്യ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉദയസൂര്യൻ. ഭൂമിശാസ്ത്രപരമായ പേരുകൾക്ക് പലപ്പോഴും അർത്ഥവത്തായ പശ്ചാത്തലമുണ്ടാകും. ഏഷ്യ എന്ന വാക്കിന്റെ അർത്ഥം ഉദയസൂര്യൻ എന്നാണ്. കിഴക്കുഭാഗത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമാണിത്. ഏത് ഭൂഖണ്ഡമാണ് എല്ലാ മതങ്ങളുടെയും മാതൃഭൂമി എന്നറിയപ്പെടുന്നത്? ഏഷ്യൻ ഭൂഖണ്ഡം. ലോകത്തിലെ പ്രധാന മതങ്ങളായ ഹിന്ദുമതം, ബുദ്ധമതം, ക്രിസ്തുമതം, ഇസ്ലാം, ജൂതമതം, സിഖ് മതം, ജൈനമതം എന്നിവയുടെയെല്ലാം ഉത്ഭവസ്ഥാനം ഏഷ്യൻ ഭൂഖണ്ഡമാണ്. അതുകൊണ്ടാണ് ഏഷ്യയെ എല്ലാ മതങ്ങളുടെയും മാതൃഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത്. കരവിസ്തൃതിയുടെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏതാണ്? ഏഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡമാണ് ഏഷ്യ. ഭൂമിയുടെ മൊത്തം കരവിസ്തൃതിയുടെ ഏകദേശം 30% ഏഷ്യയിൽ ഉൾപ്പെടുന്നു. ലോക ജനസംഖ്യയുടെ വലിയൊരു ഭാഗവും ഈ ഭൂഖണ്ഡത്തിലാണ്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ഭൂഖണ്ഡം ഏതാണ്? ഏഷ്യ. ലോക ജനസംഖ്യയുടെ ഏകദേശം 60% ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ ഭൂഖണ്ഡമാണ് ഏഷ്യ. ഇന്ത്യ, ചൈന തുടങ്ങിയ ജനസാന്ദ്രതയേറിയ രാജ്യങ്ങൾ ഏഷ്യയിലാണ്. ഏഷ്യയിലൂടെ കടന്നുപോകുന്ന 3 പ്രധാന അക്ഷാംശരേഖകൾ ഏതെല്ലാമാണ്? ഭൂമധ്യരേഖ, ഉഷ്ണമേഖലാ മേഖല, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ആർട്ടിക് വൃത്തം. ഏഷ്യയുടെ വലിപ്പം കാരണം ഭൂമധ്യരേഖ, ഇന്തോനേഷ്യ, ഉഷ്ണമേഖലാ മേഖല, ഇന്ത്യ, ചൈന, ആർട്ടിക് വൃത്തം, റഷ്യ എന്നിവയുൾപ്പെടെ വിവിധ പ്രധാന അക്ഷാംശരേഖകൾ ഇതിലൂടെ കടന്നുപോകുന്നു. ഇത് ഭൂഖണ്ഡത്തിലുടനീളമുള്ള വൈവിധ്യമാർന്ന കാലാവസ്ഥാ മേഖലകൾക്ക് കാരണമാകുന്നു. ഏഷ്യയെയും ആഫ്രിക്കയെയും വേർതിരിക്കുന്നത് എന്താണ്? ചെങ്കടലും സൂയസ് കനാലും. ചെങ്കടലും സൂയസ് കനാലും ഏഷ്യയെയും ആഫ്രിക്കയെയും വേർതിരിക്കുന്ന പ്രധാന ഭൂമിശാസ്ത്രപരമായ അതിരുകളാണ്. 1869-ൽ തുറന്ന സൂയസ് കനാൽ ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള സമുദ്ര ഗതാഗതത്തിന് ഒരു പ്രധാന കവാടമായി വർത്തിക്കുന്നു. ഏഷ്യയെയും വടക്കേ അമേരിക്കയെയും വേർതിരിക്കുന്നത് എന്താണ്? ബെറിങ് കടലിടുക്ക്. ഏഷ്യയുടെ കിഴക്കൻ അറ്റത്തുള്ള സൈബീരിയയെയും വടക്കേ അമേരിക്കയുടെ പടിഞ്ഞാറൻ അറ്റത്തുള്ള അലാസ്കയെയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്കാണ് ബെറിങ് കടലിടുക്ക്. പ്ലീസ്റ്റോസീൻ കാലഘട്ടത്തിൽ ഇവിടെയുണ്ടായിരുന്ന ബെറിംഗിയ ലാൻഡ് ബ്രിഡ്ജ് മനുഷ്യർക്ക് ഏഷ്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറാൻ വഴിയൊരുക്കിയെന്ന് കരുതപ്പെടുന്നു. ഗോണ്ട്വാന ലാൻഡുമായും അങ്കാര ലാൻഡുമായും ബന്ധപ്പെട്ട ഏത് പുരാതന കരഭാഗങ്ങളാണ് ഏഷ്യയിൽ കാണപ്പെടുന്നത്? ഉപദ്വീപീയ ഇന്ത്യ, ഗോണ്ട്വാന ലാൻഡ്, കൂടാതെ റഷ്യയുടെയും ചൈനയുടെയും ചില ഭാഗങ്ങൾ, അങ്കാര ലാൻഡ്. ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പുരാതന വൻകരകളാണ് ഗോണ്ട്വാനയും അങ്കാരായും. ഉപദ്വീപീയ ഇന്ത്യ ഗോണ്ട്വാന ലാൻഡിന്റെ ഭാഗമായിരുന്നു. അതേസമയം ഏഷ്യയുടെ വടക്കൻ ഭാഗങ്ങൾ റഷ്യ, ചൈന, അങ്കാര ലാൻഡിന്റെ ഭാഗങ്ങളായിരുന്നു. ഈ ഭൂമിശാസ്ത്രപരമായ വേർതിരിവ് ഏഷ്യയുടെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിക്ക് കാരണമായി. ഏഷ്യയിലെ 3 പ്രധാന ഉപദ്വീപുകൾ ഏതെല്ലാം? അറബിക്കടൽ ഉപദ്വീപ്, അറേബ്യൻ ഉപദ്വീപ്, ഡെക്കാൻ ഉപദ്വീപ്, ഇൻഡോ ചൈന ഉപദ്വീപ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉപദ്വീപായ അറേബ്യൻ ഉപദ്വീപ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമായ ഡെക്കാൻ ഉപദ്വീപ്, തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഇൻഡോ ചൈന ഉപദ്വീപ് എന്നിവയാണ് ഏഷ്യയിലെ പ്രധാനപ്പെട്ട 3 ഉപദ്വീപുകൾ. ഈ ഉപദ്വീപുകൾക്ക് തനതായ ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യമുണ്ട്. വിസ്തീർണത്തിന്റെ കാര്യത്തിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? റഷ്യ. റഷ്യ ഒരു യൂറോപ്യൻ രാജ്യമായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും അതിന്റെ ഭൂരിഭാഗം ഭൂപ്രദേശങ്ങളും ഏഷ്യൻ വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യവും ഏഷ്യയിലെ വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ രാജ്യവുമാണ്. വിസ്തീർണത്തിന്റെ കാര്യത്തിൽ ഏഷ്യയിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? മാലിദ്വീപ്.
ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് രാജ്യമായ മാലിദ്വീപ് വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏഷ്യയിലെ ഏറ്റവും ചെറിയ രാജ്യമാണ്. ഏകദേശം 298 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഈ രാജ്യം അതിന്റെ മനോഹരമായ കടൽത്തീരങ്ങളാലും പവിഴപ്പുറ്റുകളാലും പ്രശസ്തമാണ്. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് നിലവിൽ ജനസംഖ്യയുടെ കാര്യത്തിൽ ഏഷ്യയിലെയും ലോകത്തിലെയും ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഇന്ത്യ. 2023-ലെ ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യ ജനസംഖ്യയിൽ ചൈനയെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി മാറി. ഏകദേശം 1.4 ബില്യണിലധികം ജനങ്ങളുള്ള ഇന്ത്യ ആഗോള ജനസംഖ്യയിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഉപദ്വീപ് ഏതാണ്? അറബിക്കടൽ ഉപദ്വീപ്, അറേബ്യൻ ഉപദ്വീപ്. ഏകദേശം 3.2 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള അറബിക്കടൽ ഉപദ്വീപ് ലോകത്തിലെ ഏറ്റവും വലിയ ഉപദ്വീപാണ്. പടിഞ്ഞാറ് ചെങ്കടൽ, കിഴക്ക് പേർഷ്യൻ ഉൾക്കടൽ, തെക്ക് അറബിക്കടൽ എന്നിവയാൽ ചുറ്റപ്പെട്ട ഇത് സവിശേഷമായ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യമുള്ള പ്രദേശമാണ്. ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമി ഏതാണ്? ടിബറ്റൻ പീഠഭൂമി. ടിബറ്റൻ പീഠഭൂമി ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നു. ഏകദേശം 4500 മീറ്റർ 14,800 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ലോകത്തിലെ ഏറ്റവും വലിയതും ഉയരം കൂടിയതുമായ പീഠഭൂമിയാണ്. ഏഷ്യയിലെ പ്രധാന നദികളായ യാൻസി, മഞ്ഞ നദി, സിന്ധു, ബ്രഹ്മപുത്ര എന്നിവയുടെ ഉത്ഭവസ്ഥാനം കൂടിയാണിത്. മധ്യേഷ്യയിലെ ഏറ്റവും വിസ്തൃതമായ പീഠഭൂമി ഏതാണ്? ടിബറ്റൻ പീഠഭൂമി. മധ്യേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ടിബറ്റൻ പീഠഭൂമി ലോകത്തിലെ ഏറ്റവും വിസ്തൃതവും ഉയരം കൂടിയതുമായ പീഠഭൂമിയാണ്. ഏകദേശം 2.5 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഇത് ഭൂമിശാസ്ത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ്. ഹിമാലയ പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശം കാലാവസ്ഥാ മാറ്റങ്ങളെ സ്വാധീനിക്കുകയും ഏഷ്യയിലെ ജലസ്രോതസ്സുകളുടെ പ്രധാന ഉറവിടമാകുകയും ചെയ്യുന്നു. റഷ്യയുടെ തലസ്ഥാന നഗരം ഏതാണ്? മോസ്കോ. റഷ്യയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് മോസ്കോ. മോസ്കവ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം റഷ്യയുടെ രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക, ശാസ്ത്രീയ കേന്ദ്രമാണ്. ഇത് യൂറോപ്പിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നാണ്. റഷ്യയുടെ ഔദ്യോഗിക കറൻസി എന്താണ്? റൂബിൾ. റഷ്യയുടെ ഔദ്യോഗിക കറൻസിയാണ് റഷ്യൻ റൂബിൾ റബ്. റഷ്യൻ ഫെഡറേഷൻ ബാങ്കാണ് ഇത് പുറത്തിറക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള കറൻസികളിലൊന്നാണ് റൂബിൾ. റഷ്യയുടെ പ്രാഥമിക ഔദ്യോഗിക ഭാഷ എന്താണ്? റഷ്യൻ. റഷ്യൻ ഭാഷ റഷ്യൻ ഫെഡറേഷന്റെ ഔദ്യോഗിക ഭാഷയാണ്. കിഴക്കൻ സ്ലാവിക് ഭാഷാ കുടുംബത്തിൽപ്പെടുന്ന ഇത് സിറിലിക് അക്ഷരമാല ഉപയോഗിക്കുന്നു. യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന പ്രാദേശിക ഭാഷയാണിത്. റഷ്യയിലെ പ്രധാന മതം ഏതാണ്? ക്രിസ്തുമതം. റഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതം ക്രിസ്തുമതമാണ്, പ്രത്യേകിച്ചും റഷ്യൻ ഓർത്തഡോക്സ് സഭ. ഇത് രാജ്യത്തിന്റെ സാംസ്കാരികവും ചരിത്രപരവുമായ രൂപീകരണത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. റുവാൻഡയുടെ തലസ്ഥാന നഗരം ഏതാണ്? കിഗാലി. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ റുവാൻഡയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് കിഗാലി. രാജ്യത്തിന്റെ സാമ്പത്തിക, സാംസ്കാരിക, ഗതാഗത കേന്ദ്രമായി ഇത് വർത്തിക്കുന്നു. റുവാൻഡയുടെ ഔദ്യോഗിക കറൻസി ഏതാണ്? റുവാൻഡൻ ഫ്രാങ്ക്. റുവാൻഡൻ ഫ്രാങ്ക് RWF ആണ് റുവാൻഡയുടെ ഔദ്യോഗിക കറൻസി. റുവാൻഡയിലെ സാമ്പത്തിക ഇടപാടുകൾക്കായി സെൻട്രൽ ബാങ്ക് ഓഫ് റുവാൻഡയാണ് ഇത് പുറത്തിറക്കുന്നത്. റുവാൻഡയുടെ ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണ്? കിന്യാർവാണ്ട, ഫ്രഞ്ച്, ഇംഗ്ലീഷ്. കിന്യാർവാണ്ട, ഫ്രഞ്ച്, ഇംഗ്ലീഷ് എന്നിവയാണ് റുവാൻഡയുടെ ഔദ്യോഗിക ഭാഷകൾ. കിന്യാർവാണ്ട രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും സംസാരിക്കുന്ന പ്രധാന ഭാഷയാണ്. അതേസമയം ഫ്രഞ്ചും ഇംഗ്ലീഷും കൊളോണിയൽ സ്വാധീനത്തെയും ആധുനിക ഭരണനിർവഹണത്തെയും പ്രതിഫലിക്കുന്നു. റുവാൻഡയിലെ പ്രധാന മതം ഏതാണ്? ക്രിസ്തുമതം. റുവാൻഡയിലെ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗം ക്രിസ്തുമത വിശ്വാസികളാണ്. രാജ്യത്ത് കത്തോലിക്കാ സഭയ്ക്കും വിവിധ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾക്കും കാര്യമായ സ്വാധീനമുണ്ട്. സെന്റ് കിറ്റ്സ് ആൻഡ് നെവിസിന്റെ തലസ്ഥാന നഗരം ഏതാണ്?
ബാസറ്റർ. കരീബിയൻ രാജ്യമായ സെന്റ് കിറ്റ്സ് ആൻഡ് നെവിസിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ബാസറ്റർ. സെന്റ് കിറ്റ്സ് ദ്വീപിലാണ് ഈ തുറമുഖ നഗരം സ്ഥിതി ചെയ്യുന്നത്. സെന്റ് കിറ്റ്സ് ആൻഡ് നെവിസിന്റെ ഔദ്യോഗിക കറൻസി ഏതാണ്? ഈസ്റ്റ് കരീബിയൻ ഡോളർ. സെന്റ് കിറ്റ്സ് ആൻഡ് നെവിസ് ഉൾപ്പെടെയുള്ള 8 ഈസ്റ്റ് കരീബിയൻ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന പൊതു കറൻസിയാണ് ഈസ്റ്റ് കരീബിയൻ ഡോളർ (XCD). ഈസ്റ്റ് കരീബിയൻ സെൻട്രൽ ബാങ്കാണ് ഇത് പുറത്തിറക്കുന്നത്. സെന്റ് കിറ്റ്സ് ആൻഡ് നെവിസിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഇംഗ്ലീഷ്. സെന്റ് കിറ്റ്സ് ആൻഡ് നെവിസിന്റെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ്. ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിന്റെ സ്വാധീനം കാരണം രാജ്യത്തെ ഭരണത്തിലും വിദ്യാഭ്യാസത്തിലും ദൈനംദിന ജീവിതത്തിലും ഇംഗ്ലീഷ് പ്രധാന പങ്ക് വഹിക്കുന്നു. സെന്റ് കിറ്റ്സ് ആൻഡ് നെവിസിലെ പ്രധാന മതം ഏതാണ്? ക്രിസ്തുമതം. സെന്റ് കിറ്റ്സ് ആൻഡ് നെവിസിലെ ഭൂരിഭാഗം ജനങ്ങളും ക്രിസ്തുമത വിശ്വാസികളാണ്. വിവിധ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾക്കും കത്തോലിക്കാ സഭയ്ക്കും ഇവിടെ കാര്യമായ സാന്നിധ്യമുണ്ട്. സെന്റ് ലൂസിയയുടെ തലസ്ഥാന നഗരം ഏതാണ്? കാസ്ട്രിസ്. കരീബിയൻ ദ്വീപ് രാജ്യമായ സെന്റ് ലൂസിയയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് കാസ്ട്രിസ്. രാജ്യത്തിന്റെ പ്രധാന തുറമുഖവും സാമ്പത്തിക കേന്ദ്രവുമാണ് ഈ നഗരം. സെന്റ് ലൂസിയയുടെ ഔദ്യോഗിക കറൻസി എന്താണ്? ഈസ്റ്റ് കരീബിയൻ ഡോളർ. ഈസ്റ്റ് കരീബിയൻ ഡോളർ (XCD) ഈസ്റ്റ് കരീബിയൻ സെൻട്രൽ ബാങ്ക് നൽകുന്ന ഒരു കറൻസിയാണ്. ഇത് കിഴക്കൻ കരീബിയൻ മേഖലയിലെ 8 രാജ്യങ്ങളുടെയും പ്രദേശങ്ങളുടെയും ഔദ്യോഗിക കറൻസിയായി ഉപയോഗിക്കുന്നു. സെന്റ് ലൂസിയയുടെ ഔദ്യോഗിക ഭാഷകൾ എന്തൊക്കെയാണ്? ഇംഗ്ലീഷ്, ഫ്രഞ്ച്. സെന്റ് ലൂസിയയുടെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ്. എന്നിരുന്നാലും ഫ്രഞ്ച് അധിഷ്ഠിത ക്രിയോൾ ഭാഷയായ സെന്റ് ലൂസിയൻ ക്രിയോൾ, പാഡോയിസ് ജനങ്ങൾക്കിടയിൽ വ്യാപകമായി സംസാരിക്കപ്പെടുന്നു. സെന്റ് ലൂസിയയിലെ പ്രധാന മതം ഏതാണ്? ക്രിസ്തുമതം. സെന്റ് ലൂസിയയിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും ക്രിസ്തുമത വിശ്വാസികളാണ്. പ്രത്യേകിച്ച് റോമൻ കത്തോലിക്കാ സഭയ്ക്ക് അവിടെ വലിയ സ്വാധീനമുണ്ട്. ഇത് രാജ്യത്തിന്റെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. സെന്റ് വിൻസെന്റ് ആൻഡ് ഗ്രനഡൈൻസിന്റെ തലസ്ഥാന നഗരം ഏതാണ്? കിങ്സ്റ്റൗൺ. കിങ്സ്റ്റൗൺ സെന്റ് വിൻസെന്റ് ആൻഡ് ഗ്രനഡൈൻസിലെ പ്രധാന തുറമുഖ നഗരവും സാമ്പത്തിക കേന്ദ്രവുമാണ്. സെന്റ് വിൻസെന്റ് ദ്വീപിന്റെ തെക്കുപടിഞ്ഞാറൻ തീരത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. സെന്റ് വിൻസെന്റ് ആൻഡ് ഗ്രനഡൈൻസിന്റെ ഔദ്യോഗിക കറൻസി എന്താണ്? ഈസ്റ്റ് കരീബിയൻ ഡോളർ. സെന്റ് ലൂസിയയിലെന്ന പോലെ സെന്റ് വിൻസെന്റ് ആൻഡ് ഗ്രനഡൈൻസിന്റെയും ഔദ്യോഗിക കറൻസി ഈസ്റ്റ് കരീബിയൻ ഡോളറാണ് (XCD). കിഴക്കൻ കരീബിയൻ സെൻട്രൽ ബാങ്കാണ് ഇത് നിയന്ത്രിക്കുന്നത്. സെന്റ് വിൻസെന്റ് ആൻഡ് ഗ്രനഡൈൻസിന്റെ ഔദ്യോഗിക ഭാഷ എന്താണ്? ഇംഗ്ലീഷ്. സെന്റ് വിൻസെന്റ് ആൻഡ് ഗ്രനഡൈൻസിന്റെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ്. ഇത് അവിടുത്തെ ഭരണത്തിലും വിദ്യാഭ്യാസത്തിലും ദൈനംദിന ജീവിതത്തിലും പ്രധാന പങ്ക് വഹിക്കുന്നു. പ്രാദേശിക ക്രിയോൾ ഭാഷകളും സംസാരിക്കാറുണ്ട്. സെന്റ് വിൻസെന്റ് ആൻഡ് ഗ്രനഡൈൻസിലെ പ്രധാന മതം ഏതാണ്? ക്രിസ്തുമതം. സെന്റ് വിൻസെന്റ് ആൻഡ് ഗ്രനഡൈൻസിലെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും ക്രിസ്തുമത വിഭാഗത്തിൽപ്പെട്ടവരാണ്. വിവിധ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾക്കും റോമൻ കത്തോലിക്കാ സഭയ്ക്കും അവിടെ കാര്യമായ സ്വാധീനമുണ്ട്. സമോവയുടെ തലസ്ഥാന നഗരം ഏതാണ്? അപ്പിയ. അപ്പിയ സമോവയുടെ പ്രധാന തുറമുഖ നഗരവും സാമ്പത്തിക, ഭരണ കേന്ദ്രവുമാണ്. സവായി, ഉപോലു എന്നീ പ്രധാന ദ്വീപുകളടങ്ങുന്ന ഈ രാജ്യത്തെ ഏറ്റവും വലിയ നഗരം കൂടിയാണിത്. സമോവയുടെ ഔദ്യോഗിക കറൻസി എന്താണ്? ടാല. സമോവയുടെ ഔദ്യോഗിക കറൻസി സമോവൻ ടാലയാണ് (WST). ഇത് സമോവയിലെ സെൻട്രൽ ബാങ്കാണ് പുറത്തിറക്കുന്നത്. പോളിനേഷ്യൻ ദ്വീപ് രാജ്യങ്ങളിലെ പ്രധാന കറൻസികളിലൊന്നാണിത്. സമോവയുടെ ഔദ്യോഗിക ഭാഷകൾ എന്തൊക്കെയാണ്? സമോവൻ, ഇംഗ്ലീഷ്. സമോവയുടെ 2 ഔദ്യോഗിക ഭാഷകളാണ് സമോവനും ഇംഗ്ലീഷും. സമോവൻ ഭാഷ രാജ്യത്തിന്റെ ദേശീയ സ്വത്വത്തിന്റെ ഭാഗവും ഇംഗ്ലീഷ് അന്താരാഷ്ട്ര ആശയവിനിമയത്തിനും വ്യാപാരത്തിനും ഉപയോഗിക്കുന്നു. സമോവയിലെ പ്രധാന മതം ഏതാണ്? ക്രിസ്തുമതം. സമോവ ഒരു ദ്വീപ് രാഷ്ട്രമാണ്.
ക്രിസ്തുമതത്തിലെ വിവിധ വിഭാഗങ്ങളായ കോൺഗ്രിഗേഷണൽ ക്രിസ്ത്യൻ ചർച്ച്, റോമൻ കത്തോലിക്ക സഭ, മെത്തഡിസ്റ്റ് ചർച്ച് എന്നിവയ്ക്ക് അവിടെ കാര്യമായ സ്വാധീനമുണ്ട്. രാജ്യത്തിന്റെ സംസ്കാരത്തിലും സാമൂഹിക ഘടനയിലും മതത്തിന് നിർണായക പങ്കുണ്ട്. സാൻ മരീനോയുടെ തലസ്ഥാന നഗരം ഏതാണ്? സാൻ മരീനോ ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക്കുകളിലൊന്നായ സാൻ മരീനോയുടെ തലസ്ഥാനവും ഇതേ പേരിൽ അറിയപ്പെടുന്ന സാൻ മരീനോ നഗരമാണ്. ടൈറ്റാനോ പർവ്വതത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ നഗരം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. സാൻ മരീനോയുടെ ഔദ്യോഗിക കറൻസി ഏതാണ്? യൂറോ. യൂറോപ്യൻ യൂണിയനിൽ അംഗമല്ലെങ്കിലും സാൻ മരീനോ ഇറ്റലിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നതിനാൽ യൂറോയെ തങ്ങളുടെ ഔദ്യോഗിക കറൻസിയായി സ്വീകരിച്ചിരിക്കുന്നു. 1999-ൽ യൂറോ നിലവിൽ വന്നതുമുതൽ സാൻ മരീനോ ഇത് ഉപയോഗിക്കുന്നുണ്ട്. സാൻ മരീനോയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഇറ്റാലിയൻ. ഇറ്റലിയുടെ വടക്ക് കിഴക്കൻ ഭാഗത്താൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ രാജ്യമാണ് സാൻ മരീനോ. അതിനാൽ ഇറ്റാലിയൻ ഭാഷയാണ് അവിടെ ഔദ്യോഗികമായി ഉപയോഗിക്കുന്നത്. സാൻ മരീനീസ് ഭാഷ ഇറ്റാലിയൻ ഭാഷയുടെ ഒരു പ്രാദേശിക വകഭേദം കൂടിയാണ്. സാൻ മരീനോയിലെ പ്രധാന മതം ഏതാണ്? ക്രിസ്തുമതം. സാൻ മരീനോയിലെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും റോമൻ കത്തോലിക്ക സഭയിൽ പെടുന്നവരാണ്. ഇറ്റലിയുടെ സാംസ്കാരിക സ്വാധീനം രാജ്യത്ത് ശക്തമായതിനാൽ ക്രിസ്തുമതം ജനങ്ങളുടെ ജീവിതത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. സാവോ ടോമെ ആൻഡ് പ്രിൻസിപ്പിയുടെ തലസ്ഥാന നഗരം ഏതാണ്? സാവോ ടോമെ ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് ഗിനിയ ഉൾക്കടലിലുള്ള ഒരു ദ്വീപ് രാഷ്ട്രമാണ് സാവോ ടോമെ ആൻഡ് പ്രിൻസിപ്പെ. ഇതിന്റെ തലസ്ഥാനമായ സാവോ ടോമെ നഗരം രാജ്യത്തെ ഏറ്റവും വലിയ നഗരവും പ്രധാന തുറമുഖവുമാണ്. സാവോ ടോമെ ആൻഡ് പ്രിൻസിപ്പിയുടെ ഔദ്യോഗിക കറൻസി ഏതാണ്? ഡോബ്ര. സാവോ ടോമെ ആൻഡ് പ്രിൻസിപ്പിയുടെ ഔദ്യോഗിക കറൻസിയാണ് ഡോബ്ര STN. 2018-ൽ പുതിയ ഡോബ്ര, ന്യൂ ഡോബ്ര നിലവിൽ വരികയും പഴയ കറൻസിക്ക് പകരം പുതിയ സീരീസ് പുറത്തിറക്കുകയും ചെയ്തു. സാവോ ടോമെ ആൻഡ് പ്രിൻസിപ്പിയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? പോർച്ചുഗീസ്. പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന്റെ ഭാഗമായി പോർച്ചുഗീസ് ഭാഷ സാവോ ടോമെ ആൻഡ് പ്രിൻസിപ്പിയുടെ ഔദ്യോഗിക ഭാഷയായി മാറി. രാജ്യത്തെ മിക്കവാറും എല്ലാ പൗരന്മാരും പോർച്ചുഗീസ് ഭാഷ സംസാരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു. സാവോ ടോമെ ആൻഡ് പ്രിൻസിപ്പിയുടെ പ്രധാന മതം ഏതാണ്? ക്രിസ്തുമതം. സാവോ ടോമെ ആൻഡ് പ്രിൻസിപ്പിയിലെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും ക്രിസ്ത്യാനികളാണ്, പ്രധാനമായും റോമൻ കത്തോലിക്കർ. പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന്റെ ഫലമായിട്ടാണ് ക്രിസ്തുമതം ഇവിടെ പ്രചാരത്തിലായത്. സൗദി അറേബ്യയുടെ തലസ്ഥാന നഗരം ഏതാണ്? റിയാദ്. സൗദി അറേബ്യയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് റിയാദ്. നജ്ദ് പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന റിയാദ് രാജ്യത്തിന്റെ സാമ്പത്തിക, ഭരണപരമായ കേന്ദ്രമാണ്. സൗദി അറേബ്യയുടെ ഔദ്യോഗിക കറൻസി ഏതാണ്? സൗദി റിയാൽ. സൗദി അറേബ്യയുടെ ഔദ്യോഗിക കറൻസിയാണ് സൗദി റിയാൽ. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാണിത്. സൗദി റിയാൽ സാധാരണയായി സ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു. സൗദി അറേബ്യയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? അറബിക്. അറബി ഭാഷയാണ് സൗദി അറേബ്യയുടെ ഔദ്യോഗിക ഭാഷ. ഇസ്ലാമിക സംസ്കാരത്തിലും അറബി ലോകത്തും ഈ ഭാഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. വിശുദ്ധ ഗ്രന്ഥമായ ഖുറാനിന്റെ ഭാഷ കൂടിയാണിത്. സൗദി അറേബ്യയിലെ പ്രധാന മതം ഏതാണ്? ഇസ്ലാം. സൗദി അറേബ്യയിലെ പ്രധാന മതം ഇസ്ലാമാണ്. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ വിശുദ്ധ നഗരങ്ങളായ മക്കയും മദീനയും ഈ രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇസ്ലാമിന്റെ ജന്മദേശമായാണ് സൗദി അറേബ്യ കണക്കാക്കപ്പെടുന്നത്. സെനഗലിന്റെ തലസ്ഥാനം ഏതാണ്? ഡാഗർ. ഡാഗറാണ് സെനഗലിന്റെ തലസ്ഥാന നഗരം. ഇത് പശ്ചിമ ആഫ്രിക്കയിലെ ഒരു പ്രധാന തുറമുഖ നഗരവും സാമ്പത്തിക കേന്ദ്രവുമാണ്. സെനഗലിന്റെ രാഷ്ട്രീയ, സാംസ്കാരിക ഹൃദയമിതാണ്. സെനഗലിന്റെ ഔദ്യോഗിക കറൻസി ഏതാണ്? വെസ്റ്റ് ആഫ്രിക്കൻ CFA ഫ്രാങ്ക്. പശ്ചിമ ആഫ്രിക്കൻ CFA ഫ്രാങ്ക് ആണ് സെനഗലിന്റെ ഔദ്യോഗിക കറൻസി.
പശ്ചിമ ആഫ്രിക്കൻ സാമ്പത്തിക ധനകാര്യ യൂണിയനിലെ UEMOA 8 രാജ്യങ്ങൾ ഈ കറൻസി ഉപയോഗിക്കുന്നു. സാമ്പത്തിക സ്ഥിരത നിലനിർത്തുന്നതിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. സെനഗലിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഫ്രഞ്ച്. ഫ്രഞ്ച് ആണ് സെനഗലിന്റെ ഔദ്യോഗിക ഭാഷ. ഈ രാജ്യത്ത് ഫ്രഞ്ച് കൊളോണിയൽ സ്വാധീനം നിലനിന്നിരുന്നതിന്റെ ഫലമാണിത്. വിവിധ പ്രാദേശിക ഭാഷകൾ നിലവിലുണ്ടെങ്കിലും ഭരണകാര്യങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും ഫ്രഞ്ച് ഉപയോഗിക്കുന്നു. സെനഗലിലെ പ്രധാന മതം ഏതാണ്? ഇസ്ലാം. സെനഗലിലെ ഭൂരിപക്ഷം ജനങ്ങളും ഇസ്ലാം മതവിശ്വാസികളാണ്. സൂഫിസത്തിനും ഇസ്ലാമിക പാരമ്പര്യങ്ങൾക്കും ഈ രാജ്യത്ത് വലിയ പ്രാധാന്യമുണ്ട്. മതപരമായ സഹവർത്തിത്വം ഇവിടെ പ്രകടമാണ്. സെർബിയയുടെ തലസ്ഥാനം ഏതാണ്? ബെൽഗ്രേഡ്. ബെൽഗ്രേഡ് ആണ് സെർബിയയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവും. ഡാന്യൂബ്, സാവ നദികളുടെ സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഇത് യൂറോപ്പിലെ ഏറ്റവും പഴക്കമേറിയ നഗരങ്ങളിലൊന്നാണ്. സെർബിയയുടെ രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക കേന്ദ്രമാണിത്. സെർബിയയുടെ ഔദ്യോഗിക കറൻസി ഏതാണ്? സെർബിയൻ ദിനാർ. സെർബിയയുടെ ഔദ്യോഗിക കറൻസിയാണ് സെർബിയൻ ദിനാർ. RSD എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾക്ക് ഉപയോഗിക്കുന്നു. സെർബിയൻ നാഷണൽ ബാങ്കാണ് ഇതിന്റെ വിനിമയം നിയന്ത്രിക്കുന്നത്. സെർബിയയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? സെർബിയൻ. സെർബിയൻ ഭാഷയാണ് സെർബിയയുടെ ഔദ്യോഗിക ഭാഷ. ഇത് സ്ലാവിക് ഭാഷാ കുടുംബത്തിൽപ്പെടുന്നു. സിറിലിക് അക്ഷരമാല ഉപയോഗിച്ചാണ് ഇത് എഴുതുന്നത്. സെർബിയയിലെ പ്രധാന മതം ഏതാണ്? ക്രിസ്തുമതം. സെർബിയയുടെ പ്രധാന മതം കിഴക്കൻ ഓർത്തഡോക്സ് ക്രിസ്തുമതമാണ്. സെർബിയൻ ഓർത്തഡോക്സ് സഭയാണ് രാജ്യത്തെ ഏറ്റവും വലിയ മതവിഭാഗം. ഇത് സെർബിയൻ സംസ്കാരത്തിലും ദേശീയ സ്വത്വത്തിലും നിർണായക പങ്ക് വഹിക്കുന്നു. സീഷെൽസിന്റെ തലസ്ഥാനം ഏതാണ്? വിക്ടോറിയ. ഹിന്ദുമഹാസമുദ്രത്തിലെ ഒരു ദ്വീപസമൂഹമായ സീഷെൽസിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് വിക്ടോറിയ. മാഹെ ദ്വീപിന്റെ വടക്കുകിഴക്കൻ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സീഷെൽസിന്റെ സാമ്പത്തിക, ഭരണ കേന്ദ്രമാണിത്. സീഷെൽസിന്റെ ഔദ്യോഗിക കറൻസി ഏതാണ്? സീഷെൽസ് റുപ്പി. സീഷെൽസിന്റെ ഔദ്യോഗിക കറൻസിയാണ് സീഷെൽസ് റുപ്പി, SCR. ഇത് 100 സെന്റുകളായി വിഭജിച്ചിരിക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മറ്റു രാജ്യങ്ങളിലെപ്പോലെ റുപ്പി എന്ന പേര് ഈ കറൻസിക്കും ലഭിച്ചു. സീഷെൽസിന്റെ ഔദ്യോഗിക ഭാഷകൾ ഏതെല്ലാമാണ്? സീഷെൽസ് ക്രിയോൾ, ഫ്രഞ്ച്, ഇംഗ്ലീഷ്. സീഷെൽസിന് സീഷെൽസ് ക്രിയോൾ, ഫ്രഞ്ച്, ഇംഗ്ലീഷ് എന്നീ 3 ഔദ്യോഗിക ഭാഷകളുണ്ട്. സീഷെൽസ് ക്രിയോൾ, സസ്വ ആണ് ജനങ്ങൾക്കിടയിൽ സാധാരണയായി സംസാരിക്കുന്ന ഭാഷ. രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യം ഈ ഭാഷകളിൽ പ്രതിഫലിക്കുന്നു. സീഷെൽസിലെ പ്രധാന മതം ഏതാണ്? ക്രിസ്തുമതം. സീഷെൽസിലെ പ്രധാന മതം ക്രിസ്തുമതമാണ്. അതിൽ ഭൂരിഭാഗവും റോമൻ കത്തോലിക്കരാണ്. യൂറോപ്യൻ കോളനിവൽക്കരണത്തിന്റെ സ്വാധീനമാണ് ഈ മതപരമായ ആധിപത്യത്തിന് കാരണം. രാജ്യത്തിന്റെ സംസ്കാരത്തിലും ആചാരങ്ങളിലും ക്രിസ്തുമതം നിർണായക സ്വാധീനം ചെലുത്തുന്നു. സിയറ ലിയോണിന്റെ തലസ്ഥാനം ഏതാണ്? ഫ്രീഡൌൺ. പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ സിയറ ലിയോണിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ഫ്രീഡൌൺ. അറ്റ്ലാന്റിക് തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖങ്ങളിലൊന്ന് ഇവിടെയുണ്ട്. സിയറ ലിയോണിന്റെ ഔദ്യോഗിക കറൻസി ഏതാണ്? ലിയോൺ. സിയറ ലിയോണിന്റെ ഔദ്യോഗിക കറൻസിയാണ് ലിയോൺ, SLL. ഇത് 100 സെന്റുകളായി വിഭജിച്ചിരിക്കുന്നു. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയിലും വ്യാപാരത്തിലും ലിയോൺ പ്രധാന പങ്ക് വഹിക്കുന്നു. സിയറ ലിയോണിന്റെ ഔദ്യോഗിക ഭാഷകൾ ഏതെല്ലാമാണ്? ക്രിയോ, ഇംഗ്ലീഷ്. സിയറ ലിയോണിന്റെ ഔദ്യോഗിക ഭാഷകൾ ക്രിയോയും ഇംഗ്ലീഷുമാണ്. ക്രിയോ ആണ് വ്യാപകമായി സംസാരിക്കുന്ന ഭാഷയും ഒരു ലിംഗ്വ ഫ്രാങ്കയും. ഇംഗ്ലീഷ് ഔദ്യോഗിക കാര്യങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും ഉപയോഗിക്കുന്നു. സിയറ ലിയോണിലെ പ്രധാന മതങ്ങൾ ഏതെല്ലാമാണ്? ഇസ്ലാം, ക്രിസ്തുമതം. സിയറ ലിയോണിൽ പ്രധാനമായും ഇസ്ലാം മതവും ക്രിസ്തുമതവുമാണ് നിലവിലുള്ളത്. ഈ 2 മതങ്ങളും രാജ്യത്ത് സമാധാനപരമായി സഹവർത്തിക്കുന്നു.
സിയറ ലിയോണിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ ഘടനയിൽ ഈ മതങ്ങൾ വലിയ സ്വാധീനം ചെലുത്തുന്നു. സിംഗപ്പൂരിന്റെ തലസ്ഥാനം ഏതാണ്? സിംഗപ്പൂർ. നഗരരാഷ്ട്രമായ സിംഗപ്പൂരിന് പ്രത്യേക തലസ്ഥാന നഗരമില്ല. സിംഗപ്പൂർ നഗരം തന്നെയാണ് രാജ്യവും അതിന്റെ തലസ്ഥാനവും. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഒരു പ്രധാന സാമ്പത്തിക, വാണിജ്യ കേന്ദ്രമാണിത്. സിംഗപ്പൂരിന്റെ ഔദ്യോഗിക കറൻസി ഏതാണ്? സിംഗപ്പൂർ ഡോളർ. സിംഗപ്പൂരിന്റെ ഔദ്യോഗിക കറൻസിയാണ് സിംഗപ്പൂർ ഡോളർ, SGD. ലോകത്തിലെ പ്രധാന സാമ്പത്തിക ശക്തികളിലൊന്നാണ് സിംഗപ്പൂർ. അവരുടെ കറൻസി അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. സിംഗപ്പൂരിന്റെ ഔദ്യോഗിക ഭാഷകൾ ഏതെല്ലാമാണ്? ഇംഗ്ലീഷ്, മലായ്, മന്ദാരിൻ, ചൈനീസ്. സിംഗപ്പൂരിന്റെ ഔദ്യോഗിക ഭാഷകളിൽ ഇംഗ്ലീഷ്, മലായ്, മന്ദാരിൻ, ചൈനീസ് എന്നിവ ഉൾപ്പെടുന്നു. തമിഴും ഒരു ഔദ്യോഗിക ഭാഷയാണ്. ഈ ബഹുഭാഷാ നയം സിംഗപ്പൂരിലെ വൈവിധ്യമാർന്ന ജനസംഖ്യയെ പ്രതിഫലിപ്പിക്കുന്നു. സിംഗപ്പൂരിലെ പ്രധാന മതങ്ങൾ ഏതെല്ലാമാണ്? ബുദ്ധമതം, ക്രിസ്തുമതം. സിംഗപ്പൂരിൽ ബുദ്ധമതം, ക്രിസ്തുമതം, ഇസ്ലാം, ഹിന്ദുമതം തുടങ്ങിയ നിരവധി മതങ്ങളുണ്ട്. ജനസംഖ്യയുടെ വലിയൊരു വിഭാഗം ബുദ്ധമതക്കാരും ക്രിസ്ത്യാനികളുമാണ്. ഇത് സിംഗപ്പൂരിന്റെ മതപരമായ വൈവിധ്യത്തെ എടുത്തുകാണിക്കുന്നു. സ്ലോവാക്കിയയുടെ തലസ്ഥാന നഗരം ഏതാണ്? ബ്രാറ്റിസ്ലാവ. സ്ലോവാക്കിയയുടെ തലസ്ഥാന നഗരമാണ് ബ്രാറ്റിസ്ലാവ. ഡാന്യൂബ് നദിയുടെ തീരത്തുള്ള ഈ നഗരം രാജ്യത്തിന്റെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമ്പത്തിക കേന്ദ്രമാണ്. സ്ലോവാക്കിയയുടെ ഔദ്യോഗിക കറൻസി ഏതാണ്? യൂറോ. സ്ലോവാക്കിയ യൂറോസോണിലെ ഒരു അംഗരാജ്യമായതിനാൽ 2009 ജനുവരി 1 മുതൽ യൂറോയാണ് അവരുടെ ഔദ്യോഗിക കറൻസി. ഇത് യൂറോപ്യൻ യൂണിയനിലെ സാമ്പത്തിക ഏകീകരണത്തിന്റെ ഭാഗമാണ്. സ്ലോവാക്കിയയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? സ്ലോവാക്. സ്ലോവാക്കിയയുടെ ഔദ്യോഗിക ഭാഷ സ്ലോവാകാണ്. പടിഞ്ഞാറൻ സ്ലാവിക് ഭാഷാ കുടുംബത്തിൽപ്പെട്ട ഇത് ചെക്ക് ഭാഷയുമായി അടുത്ത ബന്ധമുള്ളതാണ്. സ്ലോവാക്കിയയിലെ പ്രധാന മതം ഏതാണ്? ക്രിസ്തുമതം. സ്ലോവാക്കിയയിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും ക്രിസ്തുമതം പിന്തുടരുന്നവരാണ്. പ്രധാനമായും റോമൻ കത്തോലിക്കാ സഭയാണ് അവിടെ പ്രബലമായ മതവിഭാഗം. രാജ്യത്തിന്റെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും മതത്തിന് കാര്യമായ സ്വാധീനമുണ്ട്. സ്ലോവേനിയയുടെ തലസ്ഥാന നഗരം ഏതാണ്? ലുബ്ലിയാന. സ്ലോവേനിയയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ലുബ്ലിയാന. സാംസ്കാരികമായും സാമ്പത്തികമായും രാജ്യത്തിന്റെ പ്രധാന കേന്ദ്രമാണിത്. സ്ലോവേനിയയുടെ ഔദ്യോഗിക കറൻസി ഏതാണ്? യൂറോ. സ്ലോവേനിയ യൂറോസോണിലെ അംഗമാണ്. 2007 ജനുവരി 1 അവർ യൂറോ ഔദ്യോഗിക കറൻസിയായി സ്വീകരിച്ചു. സ്ലോവേനിയയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? സ്ലോവീൻ. സ്ലോവേനിയയുടെ ഔദ്യോഗിക ഭാഷ സ്ലോവീനാണ്. തെക്കൻ സ്ലാവിക് ഭാഷാ കുടുംബത്തിൽപ്പെട്ട ഇത് രാജ്യത്തിന്റെ സാംസ്കാരിക സ്വത്വത്തിന്റെ പ്രധാന ഭാഗമാണ്. സ്ലോവേനിയയിലെ പ്രധാന മതം ഏതാണ്? ക്രിസ്തുമതം. സ്ലോവേനിയയിൽ ക്രിസ്തുമതത്തിനാണ് മുൻതൂക്കം. രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും കത്തോലിക്കാ സഭയിലെ അംഗങ്ങളാണ്. ഇത് സ്ലോവേനിയൻ സംസ്കാരത്തിലും പാരമ്പര്യങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സോളമൻ ദ്വീപുകളുടെ തലസ്ഥാനം ഏതാണ്? ഹോണിയാര. പസഫിക് സമുദ്രത്തിലെ ദ്വീപ് രാഷ്ട്രമായ സോളമൻ ദ്വീപുകളുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ഹോണിയാര. രാജ്യത്തിന്റെ ഭരണ, സാമ്പത്തിക കേന്ദ്രമാണിത്. സോളമൻ ദ്വീപുകളുടെ ഔദ്യോഗിക കറൻസി ഏതാണ്? സോളമൻ ദ്വീപുകൾ ഡോളർ. സോളമൻ ദ്വീപുകളുടെ ഔദ്യോഗിക കറൻസിയാണ് സോളമൻ ദ്വീപുകൾ ഡോളർ, SBD. 1977 ഓസ്ട്രേലിയൻ ഡോളറിന് പകരമായാണ് ഇത് നിലവിൽ വന്നത്. സോളമൻ ദ്വീപുകളുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? സോളമൻസ് പിജിൻ. സോളമൻ ദ്വീപുകളിലെ ഔദ്യോഗിക ഭാഷ സോളമൻസ് പിജിനാണ്. ഇംഗ്ലീഷ് പൊതുവെ ഭരണഭാഷയായി ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിലും വിവിധ ഗോത്രങ്ങൾക്കിടയിൽ ആശയവിനിമയം നടത്താൻ പിജിൻ ഭാഷ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. സോളമൻ ദ്വീപുകളിലെ പ്രധാന മതം ഏതാണ്? ക്രിസ്തുമതം.
സോളമൻ ദ്വീപുകളിൽ ക്രിസ്തുമതത്തിനാണ് ആധിപത്യം. വിവിധ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഇവിടെ നിലവിലുണ്ട്. രാജ്യത്തിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ ജീവിതത്തിൽ മതത്തിനു വലിയ സ്വാധീനമുണ്ട്. സോമാലിയയുടെ തലസ്ഥാനം ഏതാണ്? മൊഗാദിഷു. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ സോമാലിയയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് മൊഗാദിഷു. രാജ്യത്തിന്റെ പ്രധാന തുറമുഖവും സാമ്പത്തിക, സാംസ്കാരിക കേന്ദ്രവുമാണിത്. സോമാലിയയുടെ ഔദ്യോഗിക കറൻസി ഏതാണ്? സോമാലി ഷില്ലിംഗ്. സോമാലിയയുടെ ഔദ്യോഗിക കറൻസിയാണ് സോമാലി ഷില്ലിംഗ് (SOS). എന്നിരുന്നാലും രാജ്യത്തെ അരക്ഷിതാവസ്ഥ കാരണം അമേരിക്കൻ ഡോളർ പോലുള്ള വിദേശ കറൻസികളും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. സോമാലിയയുടെ ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണ്? സോമാലി, അറബിക്. സോമാലി, അറബിക് എന്നിവയാണ് സോമാലിയയുടെ ഔദ്യോഗിക ഭാഷകൾ. സോമാലി ഭാഷയാണ് രാജ്യത്ത് ഏറ്റവും വ്യാപകമായി സംസാരിക്കുന്നത്. അറബിക്ക്, പ്രത്യേകിച്ച് മതപരമായ കാര്യങ്ങളിൽ, പ്രാധാന്യമുണ്ട്. സോമാലിയയിലെ പ്രധാന മതം ഏതാണ്? ഇസ്ലാം. സോമാലിയയിലെ പ്രധാന മതം ഇസ്ലാമാണ്. ജനസംഖ്യയുടെ വലിയൊരു വിഭാഗം സുന്നി ഇസ്ലാം മതവിശ്വാസികളാണ്. ഇത് രാജ്യത്തിന്റെ നിയമങ്ങളിലും സംസ്കാരത്തിലും ആചാരങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തുന്നു. ദക്ഷിണാഫ്രിക്കയുടെ ഭരണനിർവഹണ, നിയമനിർമ്മാണ, ജുഡീഷ്യൽ തലസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? പ്രിട്ടോറിയ, കേപ്പ് ടൗൺ, ബ്ലോംഫോണ്ടെയ്ൻ. ദക്ഷിണാഫ്രിക്കയ്ക്ക് 3 തലസ്ഥാനങ്ങളുണ്ട്: പ്രിട്ടോറിയ ഭരണനിർവഹണം, കേപ്പ് ടൗൺ നിയമനിർമ്മാണം, ബ്ലോംഫോണ്ടെയ്ൻ ജുഡീഷ്യൽ. ഈ വേർതിരിവ് ഭരണഘടനാപരമായ സന്തുലിതാവസ്ഥ ഉറപ്പാക്കുന്നതിനും അധികാരം വികേന്ദ്രീകരിക്കുന്നതിനും വേണ്ടിയാണ്. ദക്ഷിണാഫ്രിക്കയുടെ ഔദ്യോഗിക കറൻസി ഏതാണ്? റാൻഡ്. റാൻഡ് ദക്ഷിണാഫ്രിക്കയുടെ ഔദ്യോഗിക കറൻസിയാണ്. ഇത് സൗത്ത് ആഫ്രിക്കൻ റിസർവ് ബാങ്ക് പുറത്തിറക്കുന്നു. ദക്ഷിണാഫ്രിക്കയിലെ സാമ്പത്തിക ഇടപാടുകൾക്ക് ഇത് ഉപയോഗിക്കുന്നു. ദക്ഷിണാഫ്രിക്കയുടെ ഔദ്യോഗിക ഭാഷകളിൽ ചിലത് ഏതെല്ലാമാണ്? സുലു, ഷോസ, ആഫ്രിക്കാൻസ്. ദക്ഷിണാഫ്രിക്കയ്ക്ക് 11 ഔദ്യോഗിക ഭാഷകളുണ്ട്. സുലു, ഷോസ, ആഫ്രിക്കാൻസ് എന്നിവ അതിൽ പ്രധാനപ്പെട്ടവയാണ്. രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന സാംസ്കാരിക പശ്ചാത്തലം ഇത് എടുത്തുകാണിക്കുന്നു. ദക്ഷിണാഫ്രിക്കയിലെ പ്രധാന മതം ഏതാണ്? ക്രിസ്തുമതം. ദക്ഷിണാഫ്രിക്കയിൽ ഭൂരിഭാഗം ആളുകളും ക്രിസ്തുമതം പിന്തുടരുന്നു. അതേസമയം പരമ്പരാഗത ആഫ്രിക്കൻ മതങ്ങളും ഇസ്ലാം, ഹിന്ദുമതം തുടങ്ങിയ മറ്റു മതങ്ങളും ഇവിടെയുണ്ട്. രാജ്യത്തിന്റെ മതപരമായ വൈവിധ്യം ശ്രദ്ധേയമാണ്. സ്പെയിനിന്റെ തലസ്ഥാന നഗരം ഏതാണ്? മാഡ്രിഡ്. മാഡ്രിഡ് സ്പെയിനിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ്. ഇത് സ്പെയിനിന്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക കേന്ദ്രമായി വർത്തിക്കുന്നു. ലോകത്തിലെ ഏറ്റവും പഴയ രാജകീയ കൊട്ടാരങ്ങളിൽ ഒന്നായ പാലാസിയോ റിയൽ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. സ്പെയിനിന്റെ ഔദ്യോഗിക കറൻസി ഏതാണ്? യൂറോ. സ്പെയിൻ യൂറോസോണിലെ ഒരു അംഗരാജ്യമാണ്. 2002-ൽ സ്പാനിഷ് പെസറ്റയ്ക്ക് പകരമായി യൂറോ ഔദ്യോഗിക കറൻസിയായി സ്വീകരിച്ചു. യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളിലെയും പൊതു കറൻസിയാണ് യൂറോ. സ്പെയിനിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ്? സ്പാനിഷ്. സ്പാനിഷ് കാസ്റ്റിലിയൻ സ്പെയിനിന്റെ ഔദ്യോഗിക ഭാഷയാണ്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ സംസാരിക്കുന്ന ഒരു പ്രധാന ഭാഷയാണിത്. കറ്റാലൻ, ഗലീഷ്യൻ, ബാസ്ക് തുടങ്ങിയ പ്രാദേശിക ഭാഷകളും സ്പെയിനിൽ സംസാരിക്കുന്നു. സ്പെയിനിലെ പ്രധാന മതം ഏതാണ്? ക്രിസ്തുമതം. സ്പെയിനിലെ ഭൂരിഭാഗം ജനങ്ങളും ക്രിസ്തുമതം പിന്തുടരുന്നു. അതിൽ കത്തോലിക്കാ സഭയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ചരിത്രപരമായി സ്പെയിൻ കത്തോലിക്കാ പാരമ്പര്യങ്ങളാൽ സമ്പന്നമാണ്. രാജ്യത്തിന്റെ സംസ്കാരത്തിലും കലയിലും ഇതിന്റെ സ്വാധീനം പ്രകടമാണ്. ശ്രീലങ്കയുടെ വാണിജ്യ തലസ്ഥാന നഗരം ഏതാണ്? കൊളംബോ. ശ്രീലങ്കയുടെ വാണിജ്യ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് കൊളംബോ. രാജ്യത്തിന്റെ സാമ്പത്തിക, വ്യാവസായിക, സാംസ്കാരിക കേന്ദ്രമായി ഇത് പ്രവർത്തിക്കുന്നു. ശ്രീലങ്കയുടെ ഭരണതലസ്ഥാനം ശ്രീ ജയവർദ്ധനപുര കോട്ടയാണ്. ശ്രീലങ്കയുടെ ഔദ്യോഗിക കറൻസി ഏതാണ്? ശ്രീലങ്കൻ രൂപ. ശ്രീലങ്കയുടെ ഔദ്യോഗിക കറൻസിയാണ് ശ്രീലങ്കൻ രൂപ (LKR). സെൻട്രൽ ബാങ്ക് ഓഫ് ശ്രീലങ്കയാണ് ഇത് പുറത്തിറക്കുന്നത്.
ശ്രീലങ്കയിലെ എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും ഇത് ഉപയോഗിക്കുന്നു. ശ്രീലങ്കയുടെ ഔദ്യോഗിക ഭാഷകൾ ഏതെല്ലാമാണ്? സിംഹള, തമിഴ്. ശ്രീലങ്കയുടെ ഔദ്യോഗിക ഭാഷകൾ സിംഹളയും തമിഴുമാണ്. സിംഹള ഭാഷയാണ് ഭൂരിപക്ഷം ജനങ്ങളും സംസാരിക്കുന്നത്. തമിഴ് ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിലും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഇരുഭാഷകൾക്കും ഭരണഘടനയിൽ തുല്യ പ്രാധാന്യമുണ്ട്. ശ്രീലങ്കയിലെ പ്രധാന മതങ്ങൾ ഏവ? ബുദ്ധമതം, ഹിന്ദുമതം, ഇസ്ലാം മതം. ശ്രീലങ്കയിലെ ഏറ്റവും വലിയ മതവിഭാഗം ബുദ്ധമതമാണ്, പ്രധാനമായും സിംഹളീസ് ജനത പിന്തുടരുന്നു. തമിഴ് ജനവിഭാഗങ്ങൾക്കിടയിൽ ഹിന്ദുമതവും മുസ്ലിങ്ങൾക്കിടയിൽ ഇസ്ലാം മതവും പ്രചാരത്തിലുണ്ട്. ഈ മതപരമായ വൈവിധ്യം ശ്രീലങ്കൻ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നു. സുഡാന്റെ തലസ്ഥാന നഗരം ഏതാണ്? കാർത്തൂം. കാർത്തൂം സുഡാന്റെ തലസ്ഥാനവും രാജ്യത്തെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നുമാണ്. വൈറ്റ് നൈലും ബ്ലൂ നൈലും സംഗമിച്ച് നൈൽ നദിയായി മാറുന്ന ത്രിസംഗമസ്ഥാനത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഇത് സുഡാന്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക കേന്ദ്രമാണ്. സുഡാന്റെ ഔദ്യോഗിക കറൻസി എന്താണ്? സുഡാനീസ് പൗണ്ട്. സുഡാനീസ് പൗണ്ട് SDG സുഡാന്റെ ഔദ്യോഗിക കറൻസിയാണ്. സുഡാൻ ബാങ്ക് ഓഫ് സുഡാൻ ആണ് ഈ കറൻസി പുറത്തിറക്കുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരു പ്രധാന സൂചകമാണിത്. സുഡാന്റെ ഔദ്യോഗിക ഭാഷകൾ ഏവ? അറബിക്, ഇംഗ്ലീഷ്. അറബിക്കാണ് സുഡാന്റെ ഔദ്യോഗിക ഭാഷ. ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ കൂടിയാണ്. ഭരണപരമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും ഇംഗ്ലീഷിനും പ്രാധാന്യമുണ്ട്. ഈ ഭാഷാ വൈവിധ്യം രാജ്യത്തിന്റെ സാംസ്കാരിക ഘടനയുടെ ഭാഗമാണ്. സുഡാനിലെ പ്രധാന മതം ഏതാണ്? ഇസ്ലാം. ഇസ്ലാം സുഡാനിലെ പ്രധാന മതമാണ്. ജനസംഖ്യയുടെ വലിയൊരു ഭാഗം ഇത് പിന്തുടരുന്നു. രാജ്യത്തിന്റെ സംസ്കാരത്തിലും നിയമവ്യവസ്ഥയിലും ഇസ്ലാമിക പാരമ്പര്യങ്ങൾക്ക് കാര്യമായ സ്വാധീനമുണ്ട്. സുഡാൻ ഒരു ഇസ്ലാമിക രാജ്യമായാണ് പൊതുവെ അറിയപ്പെടുന്നത്. സുരിനാമിന്റെ തലസ്ഥാന നഗരം ഏതാണ്? പാരമാരിബോ. പാരമാരിബോ സുരിനാമിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ്. സുരിനാം നദിയുടെ തീരത്തുള്ള ഈ നഗരം രാജ്യത്തിന്റെ പ്രധാന സാമ്പത്തിക, ഭരണകേന്ദ്രം കൂടിയാണ്. നഗരത്തിലെ ചരിത്രപരമായ ഇന്നർ സിറ്റി യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുരിനാമിന്റെ ഔദ്യോഗിക കറൻസി എന്താണ്? സുരിനാമീസ് ഡോളർ. സുരിനാമീസ് ഡോളർ SRD സുരിനാമിന്റെ ഔദ്യോഗിക കറൻസിയാണ്. 2004 സുരിനാമീസ് ഗിൽഡറിന് പകരമായി ഇത് നിലവിൽ വന്നു. ബാങ്ക് ഓഫ് സുരിനാമാണ് ഈ കറൻസി പുറത്തിറക്കുന്നത്. സുരിനാമിന്റെ ഔദ്യോഗിക ഭാഷ എന്താണ്? ഡച്ച്. സുരിനാമിന്റെ ഔദ്യോഗിക ഭാഷ ഡച്ച് ആണ്. ഇത് മുൻ കോളനി ഭരണത്തിന്റെ സ്വാധീനം കാരണം രൂപപ്പെട്ടതാണ്. എന്നിരുന്നാലും ശ്രാൻ ടോങ്കോ, ശ്രാനാങ് ടോങ്കോ പോലുള്ള പ്രാദേശിക ഭാഷകളും ഇംഗ്ലീഷ്, സ്പാനിഷ് തുടങ്ങിയ ഭാഷകളും രാജ്യത്ത് വ്യാപകമായി സംസാരിക്കപ്പെടുന്നു. സുരിനാമിലെ പ്രധാന മതം ഏതാണ്? ക്രിസ്തുമതം. സുരിനാമിൽ ക്രിസ്തുമതമാണ് പ്രധാന മതം. എന്നാൽ ഹിന്ദുമതം, ഇസ്ലാം മതം എന്നിവയ്ക്കും ഗണ്യമായ അനുയായികളുണ്ട്. ഈ മതപരമായ വൈവിധ്യം സുരിനാമിന്റെ സാംസ്കാരിക പൈതൃകത്തെ സമ്പന്നമാക്കുന്നു. വിവിധ മതങ്ങൾക്കിടയിൽ സൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു രാജ്യമാണിത്. എസ്വാറ്റിനിയുടെ മുമ്പ് സ്വാസിലാൻഡ് ഭരണ തലസ്ഥാന നഗരം ഏതാണ്? എംബാബനെ. എംബാബനെ എസ്വാറ്റിനിയുടെ മുമ്പ് സ്വാസിലാൻഡ് ഭരണ തലസ്ഥാന നഗരമാണ്. രാജ്യത്തിന്റെ നിയമനിർമ്മാണ തലസ്ഥാനം ലോബാംബയാണ്. എംബാബനെ എസ്വാറ്റിനിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരവും പ്രധാന വാണിജ്യ കേന്ദ്രവുമാണ്. എസ്വാറ്റിനിയുടെ ഔദ്യോഗിക കറൻസി എന്താണ്? ലിലാങ്കേനി. ലിലാങ്കേനി എസ്വാറ്റിനിയുടെ ഔദ്യോഗിക കറൻസിയാണ്. ദക്ഷിണാഫ്രിക്കൻ റാൻഡുമായി ഇതിന് തുല്യ മൂല്യമുണ്ട്. കൂടാതെ റാൻഡും രാജ്യത്ത് പ്രചാരത്തിലുണ്ട്. എസ്വാറ്റിനിയുടെ ഔദ്യോഗിക ഭാഷകൾ ഏതെല്ലാം? ഇംഗ്ലീഷ്, സിസ്വാതി. എസ്വാറ്റിനിയിലെ ഔദ്യോഗിക ഭാഷകൾ ഇംഗ്ലീഷും സിസ്വാതിയുമാണ്. സിസ്വാതിയാണ് രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന പ്രാദേശിക ഭാഷ. എസ്വാറ്റിനിയിലെ പ്രധാന മതം ഏതാണ്? ക്രിസ്തുമതം.
എസ്വാറ്റിനിയിൽ ക്രിസ്തുമതമാണ് പ്രധാന മതം. രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും ക്രിസ്തുമത വിശ്വാസികളാണ്. സ്വീഡന്റെ തലസ്ഥാന നഗരം ഏതാണ്? സ്റ്റോക്ക്ഹോം. സ്വീഡന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് സ്റ്റോക്ക്ഹോം. ബാൾട്ടിക് കടലിലെ ദ്വീപുകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ നഗരം രാജ്യത്തിന്റെ സാംസ്കാരിക, സാമ്പത്തിക കേന്ദ്രമാണ്. സ്വീഡന്റെ ഔദ്യോഗിക കറൻസി എന്താണ്? സ്വീഡിഷ് ക്രോണ. സ്വീഡന്റെ ഔദ്യോഗിക കറൻസിയാണ് സ്വീഡിഷ് ക്രോണ. 1873-ൽ ഇത് അവതരിപ്പിക്കപ്പെട്ടു. പിന്നീട് 1995-ൽ സ്വീഡൻ യൂറോപ്യൻ യൂണിയനിൽ ചേർന്നതിനു ശേഷവും യൂറോയ്ക്ക് പകരം ഇത് തുടർന്നു. സ്വീഡന്റെ ഔദ്യോഗിക ഭാഷ എന്താണ്? സ്വീഡിഷ്. സ്വീഡിഷ് ആണ് സ്വീഡന്റെ ഔദ്യോഗിക ഭാഷ. നോർത്ത് ജർമാനിക് ഭാഷാ കുടുംബത്തിൽപ്പെട്ട ഒന്നാണിത്. സ്വീഡനിലെ പ്രധാന മതം ഏതാണ്? ക്രിസ്തുമതം. സ്വീഡനിൽ ക്രിസ്തുമതമാണ് പ്രധാന മതം. സ്വീഡൻ ചർച്ച് ഒരു ലൂത്രൻ ദേശീയ പള്ളിയാണ്. സ്വിറ്റ്സർലൻഡിന്റെ തലസ്ഥാന നഗരം ഏതാണ്? ബെർൺ. സ്വിറ്റ്സർലൻഡിന്റെ തലസ്ഥാന നഗരമാണ് ബെർൺ. യുനെസ്കോ ലോക പൈതൃക സ്ഥലമായ അതിന്റെ മധ്യകാലഘട്ടത്തിലെ പഴയ നഗരം പ്രശസ്തമാണ്. സ്വിറ്റ്സർലൻഡിന്റെ ഔദ്യോഗിക കറൻസി എന്താണ്? സ്വിസ് ഫ്രാങ്ക്. സ്വിറ്റ്സർലൻഡിന്റെയും ലിച്ചൻസ്റ്റീനിന്റെയും ഔദ്യോഗിക കറൻസിയാണ് സ്വിസ് ഫ്രാങ്ക്. ലോകത്തിലെ ഏറ്റവും സ്ഥിരതയുള്ള കറൻസികളിൽ ഒന്നാണിത്. സ്വിറ്റ്സർലൻഡിന്റെ ഔദ്യോഗിക ഭാഷകൾ ഏതെല്ലാം? ജർമ്മൻ, ഫ്രഞ്ച്, ഇറ്റാലിയൻ. സ്വിറ്റ്സർലൻഡിന്റെ ഔദ്യോഗിക ഭാഷകൾ ജർമ്മൻ, ഫ്രഞ്ച്, ഇറ്റാലിയൻ എന്നിവയാണ്. ഈ ഭാഷാ വൈവിധ്യം രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യം വ്യക്തമാക്കുന്നു. സ്വിറ്റ്സർലൻഡിലെ പ്രധാന മതം ഏതാണ്? ക്രിസ്തുമതം. സ്വിറ്റ്സർലൻഡിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും ക്രിസ്തുമതം പിന്തുടരുന്നവരാണ്. രാജ്യത്തിന്റെ സാമൂഹിക സാംസ്കാരിക ഘടനയിൽ ഇതിന് വലിയ സ്വാധീനമുണ്ട്. സിറിയയുടെ തലസ്ഥാനം ഏതാണ്? ഡമാസ്കസ്. ഡമാസ്കസ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തുടർച്ചയായി ജനവാസമുള്ള നഗരങ്ങളിലൊന്നാണ്. സിറിയയുടെ ഭരണപരവും സാമ്പത്തികവുമായ കേന്ദ്രമാണിത്. സിറിയയുടെ ഔദ്യോഗിക കറൻസി ഏതാണ്? സിറിയൻ പൗണ്ട്. സിറിയൻ പൗണ്ട് SYP ആണ് സിറിയയുടെ ഔദ്യോഗിക കറൻസി. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ ഇത് നിർണായക പങ്ക് വഹിക്കുന്നു. സിറിയയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? അറബിക്. അറബിക് ഭാഷയാണ് സിറിയയുടെ ഔദ്യോഗിക ഭാഷ. രാജ്യത്തെ ദൈനംദിന ജീവിതത്തിലും ഭരണകാര്യങ്ങളിലും അറബിക് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. സിറിയയിലെ പ്രധാന മതങ്ങൾ ഏവയാണ്? ഇസ്ലാം, ക്രിസ്തുമതം. സിറിയയിൽ ഇസ്ലാമും ക്രിസ്തുമതവുമാണ് പ്രധാന മതങ്ങൾ. ഈ രണ്ട് മതങ്ങൾക്കും രാജ്യത്തിന്റെ ചരിത്രത്തിലും സംസ്കാരത്തിലും വലിയ സ്വാധീനമുണ്ട്. തായ്വാന്റെ തലസ്ഥാനം ഏതാണ്? തായ്പേയ്. തായ്പേയ് തായ്വാന്റെ സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ കേന്ദ്രമാണ്. കിഴക്കൻ ഏഷ്യയിലെ ഒരു പ്രധാന നഗരമാണിത്. തായ്വാന്റെ ഔദ്യോഗിക കറൻസി ഏതാണ്? ന്യൂ തായ്വാൻ ഡോളർ. ന്യൂ തായ്വാൻ ഡോളർ TWD തായ്വാന്റെ ഔദ്യോഗിക കറൻസിയാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ അടിസ്ഥാനമാണിത്. തായ്വാന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ്? മന്ദാരിൻ. തായ്വാനിലെ ഔദ്യോഗിക ഭാഷ മന്ദാരിനാണ്. വിദ്യാഭ്യാസത്തിലും ഭരണകാര്യങ്ങളിലും ഇത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. തായ്വാനിലെ പ്രധാന മതങ്ങൾ ഏവയാണ്? ബഹുദൈവാരാധനയിലധിഷ്ഠിതമായ പുരാതന ചൈനീസ് മതം, ബുദ്ധമതം. തായ്വാനിൽ ബഹുദൈവാരാധനയിലധിഷ്ഠിതമായ പുരാതന ചൈനീസ് മതങ്ങളും ബുദ്ധമതവുമാണ് പ്രധാനമായി നിലനിൽക്കുന്നത്. ഈ മതങ്ങൾ അവിടുത്തെ സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. താജിക്കിസ്ഥാന്റെ തലസ്ഥാനം ഏതാണ്? ദൂഷൻബേ. ദൂഷൻബേ താജിക്കിസ്ഥാന്റെ ഏറ്റവും വലിയ നഗരവും രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക കേന്ദ്രവുമാണ്. മധ്യേഷ്യയിലെ ഒരു പ്രധാന നഗരമാണിത്. താജിക്കിസ്ഥാന്റെ ഔദ്യോഗിക കറൻസി ഏതാണ്? സോമോനി.
താജിക്കിസ്ഥാന്റെ ദേശീയ കറൻസിയാണ് സോമോനി. 2000 ഒക്ടോബർ 30-നാണ് ഇത് പ്രചാരത്തിൽ വന്നത്. താജിക് ജനതയുടെ സ്ഥാപകനായി കണക്കാക്കപ്പെടുന്ന ഇസ്മോയിൽ സോമോനിയുടെ പേരിലാണ് ഈ കറൻസി അറിയപ്പെടുന്നത്. താജിക്കിസ്ഥാന്റെ ഔദ്യോഗിക ഭാഷകൾ ഏതെല്ലാമാണ്? താജിക്, റഷ്യൻ. താജിക്കിസ്ഥാന്റെ ദേശീയ ഭാഷ താജികാണ്. എന്നാൽ റഷ്യൻ ഭാഷയെ അന്തർദേശീയ ആശയവിനിമയത്തിനുള്ള ഭാഷയായി ഭരണഘടന അംഗീകരിക്കുന്നുണ്ട്. ഇരുഭാഷകൾക്കും രാജ്യത്ത് ഔദ്യോഗിക പദവിയുണ്ട്. താജിക്കിസ്ഥാനിലെ പ്രധാന മതം ഏതാണ്? ഇസ്ലാം. താജിക്കിസ്ഥാനിലെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും ഇസ്ലാം മതവിശ്വാസികളാണ്, പ്രത്യേകിച്ച് സുന്നി ഇസ്ലാം. ഇത് രാജ്യത്തിന്റെ സാമൂഹിക സാംസ്കാരിക ഘടനയെ കാര്യമായി സ്വാധീനിക്കുന്നു. ടാൻസാനിയയുടെ നിയമനിർമ്മാണ തലസ്ഥാന നഗരം ഏതാണ്? ദോഡോമ. ടാൻസാനിയയുടെ നിയമനിർമ്മാണ തലസ്ഥാനം ദോഡോമയാണ്. എന്നിരുന്നാലും പ്രധാന സർക്കാർ ഓഫീസുകളും വാണിജ്യ കേന്ദ്രങ്ങളും ഇപ്പോഴും മുൻ തലസ്ഥാനമായ ദാർ എസ് സലാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ടാൻസാനിയയുടെ ഔദ്യോഗിക കറൻസി ഏതാണ്? ടാൻസാനിയൻ ഷില്ലിംഗ്. ടാൻസാനിയയുടെ ഔദ്യോഗിക കറൻസിയാണ് ടാൻസാനിയൻ ഷില്ലിംഗ്, TZS. 1966-ൽ ഈസ്റ്റ് ആഫ്രിക്കൻ ഷില്ലിംഗിന് പകരമായാണ് ഇത് നിലവിൽ വന്നത്. ടാൻസാനിയയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? സ്വാഹിലി. ടാൻസാനിയയുടെ ദേശീയ ഭാഷയും ഔദ്യോഗിക ഭാഷകളിലൊന്നുമാണ് സ്വാഹിലി. ഇത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ജനങ്ങളെ ഒരുമിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇംഗ്ലീഷ് ഒരു സഹ ഔദ്യോഗിക ഭാഷയായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം, ഭരണനിർവഹണം എന്നിവയിൽ. ടാൻസാനിയയിലെ പ്രധാന മതങ്ങൾ ഏതെല്ലാമാണ്? ഇസ്ലാം, ക്രിസ്തുമതം. ടാൻസാനിയയിൽ ഇസ്ലാം മതത്തിനും ക്രിസ്തുമതത്തിനും ഏകദേശം തുല്യ പ്രാധാന്യമുണ്ട്. ജനസംഖ്യ ഏകദേശം തുല്യമായി ഈ രണ്ട് മതങ്ങൾക്കിടയിൽ പങ്കിടപ്പെടുന്നു. രാജ്യത്ത് മതപരമായ സഹവർത്തിത്വവും സമാധാനവും നിലനിൽക്കുന്നു. തായ്ലൻഡിന്റെ തലസ്ഥാന നഗരം ഏതാണ്? ബാങ്കോക്ക്. തായ്ലൻഡിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ബാങ്കോക്ക്. ചാവോ ഫ്രായ നദിയുടെ തീരത്തുള്ള ഈ നഗരം ലോകത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ്. തായ്ലൻഡിന്റെ ഔദ്യോഗിക കറൻസി ഏതാണ്? തായ് ബാത്ത്. തായ്ലൻഡിന്റെ ഔദ്യോഗിക കറൻസിയാണ് തായ് ബാത്ത്, THB. ബാത്ത് എന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ അടിസ്ഥാന യൂണിറ്റാണ്. തായ്ലൻഡിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ്? തായ്. തായ്ലൻഡിന്റെ ദേശീയ ഭാഷയും ഔദ്യോഗിക ഭാഷയുമാണ് തായ്. തായ് ജനതയുടെ ഭൂരിഭാഗവും ഈ ഭാഷയാണ് സംസാരിക്കുന്നത്.